നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലെ LP UPയുടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാർ കണ്ടു നോക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഓപ്ഷൻസ്: എ ചൈനീസ് സംസ്കാരം, ബി ഈജിപ്ഷ്യൻ സംസ്കാരം, സി മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഡി ഗ്രീക്ക് സംസ്കാരം. ഏതായിരിക്കും ആൻസർ? കൺഫ്യൂഷനിസം. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്, ചൈനീസ് സംസ്കാരം. അപ്പം നമ്മുടെ നദീതട സംസ്കാരങ്ങളിൽ പെട്ട ഒരു സംസ്കാരമാണ് ഏത്? ചൈനീസ് സംസ്കാരം. അപ്പോൾ ചൈനീസ് സംസ്കാരത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഹൊയാങ്ഹോ നദിക്കരയിൽ ഉടലെടുത്ത പ്രാചീന സംസ്കാരമാണ് ഏത്? ചൈനീസ് സംസ്കാരം. അപ്പോൾ ചൈനീസ് സംസ്കാരം ഏത് നദിയുടെ തീരത്തായിരുന്നു ഉടലെടുത്തത്? ഹൊയാങ്ഹോ. ഓർത്തിരിക്കുക, ഹൊയാങ്ഹോ നദിക്കരയിൽ ഉടലെടുത്ത പ്രാചീന സംസ്കാരമാണ് ഏത്? ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരത്തിൻ്റെ പൊതു സവിശേഷതകളാണ്: വെങ്കലത്തിൻ്റെ ഉപയോഗം, കൃഷിയുടെ പുരോഗതി, കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം, എഴുത്തുവിദ്യ, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ. എന്തൊക്കെയാണ് ചൈനീസ് സംസ്കാരത്തിൻ്റെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ? വെങ്കലത്തിൻ്റെ ഉപയോഗം, അതായത് വെങ്കല യുഗത്തിലാണ് ഈ ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വെങ്കലത്തിൻ്റെ ഉപയോഗം, കൃഷിയുടെ പുരോഗതി, കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം, എഴുത്തുവിദ്യ, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരുന്ന സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ഓർത്തിരിക്കണം, അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരുന്ന സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈനീസ് സംസ്കാരം. ചൈനീസ് ലിപി രൂപപ്പെട്ട യുഗം ഏതാണെന്ന് ചോദിച്ചാൽ വെങ്കലയുഗമാണ്. വെങ്കലയുഗത്തിലാണ് നദീതട സംസ്കാരങ്ങളെല്ലാം ഉടലെടുത്തിട്ടുള്ളത്. അപ്പോൾ ചൈനീസ് ലിപി രൂപപ്പെട്ട യുഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെങ്കലയുഗമാണ്. പ്രാചീന ചൈനയിൽ നിലനിന്നിരുന്ന പ്രധാന മതങ്ങളാണ് തവോയിസം, കൺഫ്യൂഷനിസം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഏതായിരുന്നു? ചൈനീസ് സംസ്കാരം. അപ്പോൾ ചൈനീസ്, അതായത് പ്രാചീന ചൈനയിൽ നിലനിന്നിരുന്ന പ്രധാന മതങ്ങളായിരുന്നു ഏതൊക്കെ? തവോയിസവും കൺഫ്യൂഷനിസവും. ഏതാണ്? തവോയിസം, കൺഫ്യൂഷനിസം. ചൈന, തവോയിസം, കൺഫ്യൂഷനിസം. തവോയിസവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ലാവോത്സെ. തവോയിസവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ലാവോത്സെ. കൺഫ്യൂഷനിസവുമായി ബന്ധപ്പെട്ടത് കൺഫ്യൂഷ്യസ്. അത് ആ പേര് തന്നെ ഉണ്ടല്ലേ, കൺഫ്യൂഷ്യസ്, കൺഫ്യൂഷനിസം. തവോയിസം, ലാവോത്സെ. തവോയിസം, ലാവോത്സെ. ഓക്കെ. ഇനി നമ്മുടെ ഈ ചൈനക്കാരാണ് വെടിമരുന്നും അതുപോലെ തന്നെ പേപ്പർ, ഭൂകമ്പ മാപിനിയൊക്കെ കണ്ടുപിടിച്ചത്. അപ്പം വെടിമരുന്നും പേപ്പർ അതുപോലെ തന്നെ ഭൂകമ്പ മാപിനി ഇവ നിർമ്മിച്ചത്, മറ്റേത് വെടിമരുന്നും പേപ്പറും കണ്ടുപിടിച്ചതൊക്കെ ആരാണ്? നമ്മുടെ ചൈനക്കാരാണ്. കാരണം എന്ത് കുഞ്ഞു സാധനങ്ങൾ ആരാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ചൈനക്കാരാണ്. അപ്പം നമ്മളത് ഓർത്താൽ മതി. വെടിമരുന്നും പേപ്പറും അതുപോലെ തന്നെ ഭൂകമ്പ മാപിനിയൊക്കെ നിർമ്മിച്ചത് ആരാണ്? ചൈനക്കാരാണ്. പട്ടുനൂൽ പുഴു വളർത്തൽ, പട്ടുവസ്ത്രം, ലോഹ നിർമ്മിതി കണ്ണാടി എന്നിവയുടെ നിർമ്മാണവും ആരംഭിച്ചത് ആര് തന്നെയാണ്? ചൈനക്കാരാണ്. പട്ടുനൂൽ പുഴു വളർത്തൽ, പട്ടുവസ്ത്രം, ലോഹ നിർമ്മിതി കണ്ണാടി എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചത് ആര് തന്നെയാണ്? ചൈനക്കാരാണ്. ഇനി ലോകത്തിലെ ആദ്യ പുസ്തകം ഏതാണെന്ന്. അപ്പോൾ പേപ്പർ കണ്ടുപിടിച്ചത് ആരാന്ന് പറഞ്ഞു? നമ്മുടെ ചൈനക്കാരാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യ പുസ്തകം ഏതാണ്? ഹീരക സൂത്ര. ഏതാണ് ലോകത്തിലെ ആദ്യ പുസ്തകം? ഹീരക സൂത്ര പ്രസിദ്ധീകരിച്ചത് ചൈനക്കാരാണ് അല്ലേ? പേപ്പർ അച്ചടിച്ചത് അവരാണ്. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഇറക്കിയത് ആര് തന്നെയാ? ചൈനക്കാർ തന്നെയാണ്. ആ പുസ്തകത്തിന്റെ പേരെന്താ? ഹീരക സൂത്ര. ഇനി ചൈനയിലെ ആദ്യ സാമ്രാജ്യമാണ് ചിൻ സാമ്രാജ്യം. ചൈനയിൽ ചായ ഉണ്ട്, ചിന്നിലും ചായ ഉണ്ട്. അപ്പൊ ചൈന ചിൻ. ചൈനയിലെ ആദ്യ സാമ്രാജ്യം ഏതാണ്? ചിൻ സാമ്രാജ്യം. ചീന എന്ന പേര് രൂപം കൊള്ളാൻ കാരണമായ രാജവംശമാണ് ചിൻ വംശം. ഏതാണ്? ചൈന അഥവാ ചീന എന്ന പേര് രൂപം കൊള്ളാൻ കാരണമായ രാജവംശമാണ് ഏത്? ചിൻ വംശം. ചൈന ചിൻ. അപ്പം
ഇനി ചിൻ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഷിഹാങ്തി. ചിൻ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയുടെ പേരാണ് ഷിഹാങ്തി. ആരാണ്? ഷിഹാങ്തി. ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഷിഹാങ്തിയാണ്. അപ്പം ചൈനയിലെ ആദ്യ സാമ്രാജ്യം ചിൻ സാമ്രാജ്യം, ചൈന ചിൻ. ഇനി ആരായിരുന്നു സ്ഥാപിച്ച ഭരണാധികാരി? ആരാണ്? ഷിഹാങ്തി. അദ്ദേഹത്തെ ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നു. ഷിഹാങ്തിനെ ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്ന് അറിയപ്പെടുന്നു. ഇനി വൻമതിൽ പണി കഴിപ്പിച്ച ഭരണാധികാരിയും കൂടിയാണ് ആര്? ഷിഹാങ്തി. വൻമതിൽ പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? ഷിഹാങ്തി. ഈ വൻമതിൽ എന്ന് പറഞ്ഞത് ഭൂമിയിലെ ഏറ്റവും നീളമേറിയ മനുഷ്യനിർമ്മിതിയാണ്. ഭൂമിയിലെ ഏറ്റവും നീളമേറിയ മനുഷ്യനിർമ്മിതിയാണ് ഏത്? വൻമതിൽ. ആരുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ വൻമതിൽ നിർമ്മിച്ചത്? മംഗോളിയയിലെയും മഞ്ചൂരിയയിലെയും നാടോടി ഗോത്രങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഷിഹാങ്തി ഈ വൻമതിൽ പണി കഴിപ്പിച്ചത്. ആരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്? മംഗോളിയയിലെയും മഞ്ചൂരിയയിലെയും നാടോടി ഗോത്രങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പം ഇത്രയും കാര്യമാണ് എന്തിൽ വരുന്നത്? ചൈനീസ് സംസ്കാരത്തിൽ വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്? ചൈനീസ് സംസ്കാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നദി ഓർത്തോളണം. ഏത് നദിയുടെ തീരത്താണ് ഉടലെടുത്തത്? ഹൊയാങ്ഹോ. ഇനി ഇത് ഏത് യുഗത്തിലാണ് വന്നേക്കുന്നത്? നദീതട സംസ്കാരങ്ങളെല്ലാം തന്നെ വെങ്കല യുഗത്തിലാണ് ഇന്ന് എഴുത്ത് വിദ്യ രൂപപ്പെട്ടതും. അതുപോലെ തന്നെ അതായത് ചൈനീസ് സംസ്കാരത്തിൻ്റെ പൊതുവായിട്ടുള്ള സവിശേഷതകളാണ് എന്തൊക്കെ? വെങ്കലത്തിൻ്റെ ഉപയോഗം, കൃഷിയുടെ പുരോഗതി, കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം, എഴുത്ത് വിദ്യ, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ. ഇനി അക്ഷരങ്ങൾക്ക് പകരം ലിപികൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ, ലിപിയല്ല ചിത്രങ്ങൾ, അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന സംസ്കാരമാണ്. ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന സംസ്കാരം ഏതാണ്? ചൈനീസ് സംസ്കാരമാണ്. അപ്പം ചൈനീസ് ലിപി രൂപപ്പെട്ട യുഗം ഏതാണ്? വെങ്കല യുഗമാണ്. ഇനി 2 മതങ്ങളുണ്ടായിരുന്നു ചൈനയിൽ. ഏതായിരുന്നു? തവോയിസം, കൺഫ്യൂഷ്യനിസവും. തവോയിസം ആരുടെയാണ്? ലാവോത്സെയാണ്. ലാവോ. കൺഫ്യൂഷ്യനിസം ആരുടെയാണ്? കൺഫ്യൂഷ്യസിൻ്റെയാണ്. ഇനി അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെടിമരുന്നും അതുപോലെ തന്നെ പേപ്പർ, ഭൂകമ്പമാപിനി, പിന്നെയോ പട്ടുനൂൽ പുഴു വളർത്തൽ, പട്ടുവസ്ത്രം, ലോഹ നിർമ്മിതി, കണ്ണാടി എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചത് ആര് തന്നെയാണ്? നമ്മുടെ ചൈനക്കാരാണ്. അപ്പോൾ പേപ്പർ കണ്ടുപിടിച്ചതുകൊണ്ട് ആദ്യത്തെ പുസ്തകം ആരിറക്കി? അവരിറക്കി. അതിൻ്റെ പേരെന്താണ്? ഹീരക സൂത്ര. ഇനി ചൈനയിലെ ചന്ദ്രഗുപ്തൻ ആരാണ്? ഷിഹാങ്തിയാണ്. അതായത് ചൈനയിലെ ആദ്യ സാമ്രാജ്യമാണ് എന്ത്? ചിൻ സാമ്രാജ്യം. ചിൻ ചൈന. അപ്പം ഈ ചിൻ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഷിഹാങ്തി. ഇങ്ങേരാണ് എന്ത് ചെയ്തത്? നമ്മുടെ വൻമതിൽ പണി കഴിപ്പിച്ചത്. വൻമതിൽ എങ്ങനെയാണ്? മനുഷ്യനിർമ്മിതമായ ഭൂമിയിലെ ഏറ്റവും നീളമേറിയതാണ്. ഏത്? ഏറ്റവും നീളമേറിയ നിർമ്മിതിയാണ് നമ്മുടെ വൻമതിൽ. വൻമതിൽ പണി കഴിപ്പിച്ചത് ആരാണ്? ഷിഹാങ്തിയാണ് കേട്ടോ. ഇനി ആരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വൻമതിൽ നമ്മൾ കെട്ടിപ്പൊക്കിയത്? മംഗോളിയയിലെയും മഞ്ചൂരിയയിലെയും നാടോടി ഗോത്രങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഷിഹാങ്തി പണി കഴിപ്പിച്ചതാണ് എന്ത്? വൻമതിൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആരാണെന്ന്? നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്. ആരാണ്? ആൻസർ ഡി ആണ്, ഭഗത് സിംഗ്. എന്താണ്? നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ഭഗത് സിംഗ്. ഭാരത് ഭഗത്. ഓക്കെ, അത് ചെറിയൊരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. നൗജവാൻ ഭാരത് ഭഗത് സിംഗ്. ഓക്കെ, ഇനി ഭഗത് സിംഗിനെ കുറിച്ച് നമുക്ക് കുറച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഭഗത് സിംഗ് എവിടെയാണ് ജനിച്ചത്? ലയൽപൂർ ജില്ലയിലെ ബങ്ക ഗ്രാമത്തിലാണ് ഭഗത് സിംഗ് ജനിച്ചത്. എവിടെയാണ്? ലയൽപൂർ ജില്ലയിലെ ബങ്ക ഗ്രാമത്തിൽ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഭഗത് സിംഗ്. അത് ഓർത്തിരിക്കേണ്ടതാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ്? രക്തസാക്ഷികളുടെ രാജകുമാരൻ നമ്മുടെ ഭഗത് സിംഗ് ആണ്. ഇൻകുലാബ് സിന്ദാബ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തിയും കൂടിയാണ് ഭഗത് സിംഗ്. അപ്പൊ ഇൻകുലാബ് സിന്ദാബ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ആരാണ്?
ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വിപ്ലവകാരിയാണ് കർത്താർ സിംഗ് സരഭ. ഭഗത് സിംഗിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വിപ്ലവകാരി ആരാണ്? കർത്താർ സിംഗ് സരഭ. ഇനി ഭഗത് സിംഗ് ഏത് സംഘടനയിലെ അംഗമായിരുന്നു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഭഗത് സിംഗ് ഏത് സംഘടനയിലായിരുന്നു അംഗമായിരുന്നത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. കേന്ദ്ര നിയമ നിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞ പോരാളികളാണ് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. കേന്ദ്ര നിയമ നിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞ പോരാളികളാണ് ആരൊക്കെ? ഭഗത് സിംഗും ഭഗത് സിംഗിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ്? ബതുകേശ്വർ ദത്ത്. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക്, ഭഗത് സിംഗ് ചൗക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ലാഹോർ. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസിലാണ് ഇവരെ 3 പേരെ എന്തിനു വിധിച്ചത്? വധശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പൊ ഇവരുടെ ആ സ്മാരകം എവിടെയാണ്? ഭഗത് സിംഗിന്റെ ഭഗത് ചൗക്ക് ലാഹോറാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. 1931 മാർച്ച് 23. ഇനി ഭഗത് സിംഗിന്റെ ഒരു കൃതിയുടെ പേരാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. വൈ ഐ ആം ആൻ എത്തിസ്റ്റ് ആരുടെയാണ്? ആരുടെ കൃതിയാണ്? ഭഗത് സിംഗിന്റെ കൃതിയാണ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഭഗത് സിംഗ് ആണ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ്. ഖ്വായിദ് ഇ അസം എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. ഖ്വായിദ് ഇ അസം എന്നറിയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആരെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്? ഭഗത് സിംഗിനെ കുറിച്ചിട്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഭഗത് സിംഗിനെ കുറിച്ചിട്ട്? ഭഗത് സിംഗിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ. നൗജവാൻ ഭാരത് ഭഗത് ആരായിരുന്നു? ഭഗത് സിംഗ് ആയിരുന്നു. ഇനി അദ്ദേഹത്തെ നമ്മൾ എന്ന് വിളിക്കുന്ന രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണ്. ഇൻകുലാബ് സിന്ദാബ് ആരാണ് കൊണ്ടുവന്നത്? ഇൻകുലാബ് സിന്ദാബ് ജനകീയമാക്കിയ ആരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ് ഇൻകുലാബ് സിന്ദാബ ഭഗത് സിംഗ്. ഇനി ഭഗത് സിംഗിന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലാഹോർ ആണ്. ഭഗത് സിംഗ് ചൗക്ക് എവിടെയാണ്? ലാഹോർ. അത് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസിലാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഭഗത് സിംഗിന്റെ കൂടെ ആരും കൂടി ഉണ്ട്? സുഖ്ദേവ്, രാജ്ഗുരു. ഇവരെ 3 പേരെയും കൂടി വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്തിന്റെ പേരിലാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. ലാഹോറിലാണ് അപ്പൊ അദ്ദേഹത്തിന് സ്മാരകവും സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കാം. ഇനി ഇവരെ തൂക്കിലേറ്റിയത് എന്നായിരുന്നു? 1931 മാർച്ച് 23. ഭഗത് സിംഗിന്റെ കൃതി ഓർത്തിരിക്കുക. ഏതാണ്? വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. വൈ ഐ ആം ആൻ എത്തിസ്റ്റ് ആരുടെ കൃതിയാണ്? ഭഗത് സിംഗ്. ഇനി ഭഗത് സിംഗിന്റെ മറ്റൊരു പേരാണ് ഏത്? ഷഹീദ് ഇ അസം. ഷഹീദ് ഇ അസം ആരാണ്? ഷഹീദ് ഇ അസം ഭഗത് സിംഗ് ആണ്. അതുപോലെ തന്നെ വേറെ ആരും കൂടി ഉണ്ട്? ഖ്വായിദ് ഇ അസം. ഖ്വായിദ് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന. ഖ്വായിദ് മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന്? ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹോമി ജഹാംഗീർ ബാബ, APJ അബ്ദുൽ കലാം, വിക്രം സാരാഭായ്, സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ഏതാണ് ആൻസർ? പ്രഥമ അറ്റോമിക് എനർജി ആരാണ്? ഹോമി ജഹാംഗീർ ബാബയാണ്. ആൻസർ എ ആണ്. ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? HJ ബാബ, അതായത് ഹോമി ജഹാംഗീർ ബാബ. ആണവശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂക്ലിയർ എനർജിയുടെ ഫാദർ ഓഫ് ന്യൂക്ലിയർ എനർജി ആരാണ്? ഡോക്ടർ HJ ബാബ. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവാണ് കേട്ടോ. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ HJ ബാബ, ഹോമി ജഹാംഗീർ ബാബ. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ഏത്? ആണവോർജം. ബ്രൗൺ എനർജി ഏതാണ്? ആണവോർജം.
ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ഏത്? ആണവോർജം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റഷ്യയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇന്ത്യയിലെ ആണവ വൈദ്യുതി നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, NPCIL. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ അറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് 1948 ഏപ്രിൽ 15. ഇന്ത്യൻ അറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1948 ഏപ്രിൽ 15. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായ വർഷമാണ് 1958. 10 വർഷം കഴിഞ്ഞപ്പോൾ 48, 58. 1958 മാർച്ച് 1 ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായ വർഷം 1958 മാർച്ച് 1. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ അയൽവക്കത്ത് കിടക്കുന്ന തമിഴ്നാട്. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആരാണ്? തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുത നിലയങ്ങളുള്ള സംസ്ഥാനവും തമിഴ്നാട് തന്നെയാണ്. അപ്പോൾ ആണവ നിലയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംസ്ഥാനത്തെ ഓർത്താൽ മതി. ആരാണ്? നമ്മുടെ തമിഴ്നാട്. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ആണവ വൈദ്യുത നിലയവും കൂടുതലുള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി രൂപീകരിച്ച വർഷമാണ് 1954 ഓഗസ്റ്റ് 3. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി രൂപീകരിച്ച വർഷം 1954 ഓഗസ്റ്റ് 3. ഇനി നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് ആണവ വിസ്ഫോടനം നടത്തിയത് എന്നാണ്? ഇന്ത്യ ആദ്യമായിട്ട് ആണവ വിസ്ഫോടനം നടത്തിയത് എന്നാ? 1974 മെയ് 18. 1974 മെയ് 18. എവിടെയാണ് നടത്തിയ സ്ഥലം? പൊഖ്റാൻ, രാജസ്ഥാൻ. പൊഖ്റാൻ, രാജസ്ഥാൻ. ആദ്യമായിട്ട് ആണവ വിസ്ഫോടനം നടത്തിയത് എവിടെയാണ് സ്ഥലം? രാജസ്ഥാനിലെ പൊഖ്റാനിലാണ്. ഏതാണ്? പൊഖ്റാൻ. ഇനി ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന്? ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രാജരാമണ്ണ. ആണവ രാമണ്ണ. അവിടെ ആണവ എന്നോർക്കുമ്പോൾ ആദ്യ ആണവ പരീക്ഷണം രാജരാമണ്ണ. ആണവ രാമണ്ണ. ആവണ രാമണ്ണ. ആണവ രാമണ്ണ. ഓക്കെ, തെറ്റിപ്പോയോ? ആവണ എന്നാണ് ഞാൻ പറഞ്ഞത്. തെറ്റിക്ക് ക്ഷമിക്കാട്ടോ. ഏതാണ്? ആണവ രാമണ്ണ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ രാജരാമണ്ണ. രാജരാമണ്ണ. ഓക്കെ. ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ ഓപ്പറേഷന് പറഞ്ഞ ഒരു രഹസ്യ നാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വിസ്ഫോടന പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. ഇനി രണ്ടാമത് ആണവ പരീക്ഷണത്തിന് നൽകിയ പേരാണ് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു. അപ്പോൾ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്ന് പറയുന്നതും ഓപ്പറേഷൻ ശക്തി, അതായത് ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന പേരായിരുന്നു ഓപ്പറേഷൻ ശക്തി. അതിൻ്റെ മറ്റൊരു പേരാണ് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു. അപ്പം ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ ആണവ പരീക്ഷണത്തിനുള്ള രഹസ്യ നാമമായിരുന്നു. രണ്ടാമത് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു, അതായത് ഓപ്പറേഷൻ ശക്തി എന്നും കൂടി ഒരു പേരുണ്ട്. ഇനി ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഇനി ഇന്ത്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തിയ വർഷമാണ് 1998. ഇന്ത്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തിയ വർഷം 1998. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ആരാണ്? രാജരാമണ്ണ. അദ്ദേഹമായിരുന്നു എന്ത് പറഞ്ഞത്? ആണവ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡോക്ടർ രാജരാമണ്ണയാണ്. അപ്പം അണുബോംബിൻ്റെ പിതാവ് ആരാണ്? രാജരാമണ്ണയാണ്.
ഇന്ത്യൻ ആണവോർജത്തിന് പിതാവ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ആരാണ്? ഡോക്ടർ H.J. ഭാവയാണ്. ആണവോർജം ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യ മുങ്ങിക്കപ്പലാണ് നോട്ടിലസ്. ആണവോർജം ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യ മുങ്ങിക്കപ്പൽ ഏതാണ്? നോട്ടിലസ്. ആരുടെയാണ്? US-ൻ്റെ ആണ് നോട്ടിലസ് US-ൻ്റെ. ഇനി ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങളാണ് താരാപൂർ, മഹാരാഷ്ട്രയിലുള്ള താരാപൂർ, ഉത്തർപ്രദേശിലെ നറോറ, കർണാടകയിലെ കൈഗ, ഗുജറാത്തിലെ കക്രപാറ, തമിഴ്നാട്ടിലെ കൂടംകുളം, മഹാരാഷ്ട്രയിലെ ജയ്താപൂർ, ആന്ധ്രാപ്രദേശിലെ കോവാഡ, രാജസ്ഥാനിലെ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ. ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതൊക്കെയാണ്? താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, കൂടംകുളം തമിഴ്നാട്, ജയ്താപൂർ മഹാരാഷ്ട്ര, കൊവാഡ ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ രാജസ്ഥാൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ആണവ നിലയവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്, അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ഭാവയുമായി ബന്ധപ്പെട്ട് പഠിച്ചത്? അതായത് ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് ആരാണ്? ഹോമി ജഹാംഗീർ ഭാവയാണ്. ഇനി അണുബോംബിൻ്റെ പിതാവ് ആരാണ്? രാജരാമണ്ണയാണ്. ഡോക്ടർ രാജരാമണ്ണ. അണുബോംബിൻ്റെ പിതാവാരാണ്? ഡോക്ടർ രാജരാമണ്ണ. ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയപ്പം നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ രാജരാമണ്ണയാണ്. ഇനി ഈ ആണവോർജം ഏത് സ്രോതസ്സിലാണ് വരുന്നത്? ഏത് എനർജി സ്രോതസ്സിലാണ് വരുന്നത്? ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ഏത്? ആണവോർജം. ഇനി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം നടത്തുന്നത് ആരാണ്? നമ്മുടെ റഷ്യക്കാരാണ്. ഇനി അവിടെ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആരാണ്? നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ അയൽവക്ക സംസ്ഥാനമായ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി നിലയങ്ങൾ ഉള്ളത്. അതും ഓർത്തിരിക്കുക. ആദ്യമായിട്ട് ആണവ വിസ്ഫോടനം നടത്തിയ സ്ഥലം രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ആരാണ്? ആദ്യമായി ആണവ വിസ്ഫോടനം നടത്തിയ സ്ഥലം ഏതാണ്? രാജസ്ഥാനിലെ പൊക്രാൻ. ഇനി എന്താണ് ഓർത്തിരിക്കേണ്ടത്? മെയിനായിട്ട് ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. രണ്ടാമത് നടത്തിയപ്പം അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് കൊടുത്ത പേരെന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. രണ്ടാമത് കൊടുത്തത് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു. അതിന് ഓപ്പറേഷൻ ശക്തി എന്നൊരു പേരും കൂടി ഉണ്ട്. ഇനി രണ്ടാം തവണ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? നമ്മുടെ അബ്ദുൽ കലാമായിരുന്നു. APJ അബ്ദുൽ കലാമായിരുന്നു. ആദ്യത്തേന് ആരായിരുന്നു? രാജരാമണ്ണ. ആരാണ്? രാജരാമണ്ണ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? ഈ ഒരു ആണവ നിലയത്തിൽ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ഭാഭയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചെന്താണ്? ആണവോർജം ഉപയോഗിച്ചൊരു മുങ്ങിക്കപ്പലുണ്ട്. ആ മുങ്ങിക്കപ്പൽ ആദ്യത്തെ മുങ്ങിക്കപ്പലാണ്. അത് ആരുടെയാണ്? US-ൻ്റെ ആണ്. പേരെന്താണ്? നോട്ടിലസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബാംഗ്ലൂർ, തിരുവനന്തപുരം, മുംബൈ, ശ്രീഹരിക്കോട്ട. ആൻസർ ഏതാണ്? ആൻസർ A ആണ്, ബാംഗ്ലൂർ. ഇനി ISROനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഈ കൂട്ടത്തിലൊന്ന് പഠിച്ചു വയ്ക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO ആണ്. ISROയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ ഫുൾ ഫോമാണ്. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം 1972 സെപ്റ്റംബർ. ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായത് എന്നാണ്? 1972
സെപ്റ്റംബറിൽ. 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിൻ്റെ കീഴിലായിരുന്നു? ആണവോർജ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. ISROയുടെ ലോഗോയിലെ നിറങ്ങളാണ് ഓറഞ്ച്, നീല. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ ഏതൊക്കെയാണ്? ഓറഞ്ച്, നീല. ഇനി ISROയുടെ ബഹിരാകാശ ഏജൻസികളും ആസ്ഥാനങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി ഹസൻ, ഭോപ്പാൽ. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി ഹസൻ കർണാടകയിലാണ്, ഭോപ്പാൽ മധ്യപ്രദേശ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ്. സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ബംഗളൂരു, തിരുവനന്തപുരം. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ ഹൈദരാബാദ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ഡെറാഡൂൺ. ജസ്റ്റ് ഞാനത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? നമ്മുടെ ISRO ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇനി സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായ വർഷം 1972-ലാണ്. അതിനു മുമ്പ് വരെ ഏത് വകുപ്പിൻ്റെ കീഴിലായിരുന്നു? ആണവോർജ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. അവരുടെ ആ ലോഗോയിലുള്ളത് ഏതാണ്? ഓറഞ്ച്, നീലയാണ്. കൂട്ടത്തിൽ ഇതും കൂടി ഓർത്തിരിക്കുക. ISROയിലെ ചെയർമാൻ ആരാണ്? ISROയിലെ ചെയർമാൻ S സോമനാഥാണ്. S സോമനാഥ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, കൂട്ടുകാർക്ക് ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.